യാത്രകളെന്നും എനിക്ക് വളരെ ഇഷ്ടമാണ്. എവിടെ പോകാനാണ് വരാനാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ, ഗൾഫ് നാടും ഒക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കെന്നും എന്താണെന്നറിയില്ല, വളരെ ഇഷ്ടമായിരുന്ന യാത്രകൾ. അതായത് ഒരു 10-20 വയസ്സ് വരെ ഞാനൊരു ബസ്സിൽ പോലും കയറിയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു ഞാനായിരുന്നു. പിന്നെ എപ്പോഴൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ബസ്സിൽ കയറി ഉടനെ ഛർദ്ദിക്കും. അത്രയ്ക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ അങ്ങോട്ടോ ഞാൻ ചെറിയ കൊച്ചു യാത്രകളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അവിടുത്തെ ആ സ്ഥലങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എൻ്റെ യാത്രകളൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ എൻ്റെ സുന്ദരികളെ എൻ്റെ കൊച്ചുമക്കളെ എനിക്കൊപ്പം കൂടിയിട്ടുണ്ട്. കണ്ട്, ഒന്നെൻ്റെ മോളെ കുട്ടി, മൂത്തത് എൻ്റെ മോളെ കുട്ടി, രണ്ടാമത്തെ എൻ്റെ മോൻ്റെ കുട്ടിയാണ്. വളരെ സന്തോഷമാണ്. ഞാൻ എവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കും, ഒരു ഇച്ചിരി നേരം ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ടാൽ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്കുന്നത്. എന്നെ ഒരു ഇച്ചിരി നേരം കണ്ടില്ലേ ഓടിയെത്തും എൻ്റെ പൊന്നുമക്കൾ. കണ്ട, അങ്ങനെയാണ്. പേര് പറഞ്ഞു കൊടുത്തേരെ. കണ്ട, അതാണ്. ഒരുപാട് സ്ഥലങ്ങൾ, കാഴ്ചകൾ, അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് കണ്ടത്. എന്ത് രസമാണെന്നറിയോ. ഒത്തിരി എന്താ പറയുക, കുറേ സമാധാനമായിട്ട് ഞാനിവിടെ വന്ന് ഈ പാറക്കല്ലുകളിലൊക്കെ കയറി വെറുതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായ കുറേ സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കാണാനാണെങ്കിൽ ഇത് കണ്ട് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് വെട്ടി ഷെയ്ഡിട്ട് വെച്ചേക്കുന്ന റബ്ബറും തോട്ടങ്ങളും ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഭംഗിയുടെ ഒരു ഇത് കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഓരോ റബ്ബറും കണ്ടോ, ഓരോ റബ്ബർ മരത്തിലൊക്കെ ഇങ്ങനെ ചാരി നിന്ന് വീഡിയോയൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കേറെ ഇഷ്ടം യാത്ര എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെല്ലാം പോകുന്നത് യാത്രകൾ. അത്ര ഇഷ്ടമാണ് എനിക്ക് യാത്രകൾ കേട്ടോ.